പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സർലോകത്തിൽ സർവേശൻ സ്തുതിഗീതം. അത്യുന്നതമാം സർലോകത്തിൽ സർവേശൻ സ്തുതിഗീതം. അത്യുന്നതമാം സർലോകത്തിൽ സർവേശൻ സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങേ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നു ഞങ്ങളെ തീർക്കാൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരാജ്യങ്ങളെ കാലൂരം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ദൈവസ്തുതികൾ പാടിയിടും.
കനിവോടു കർത്താവേകുന്നു പശിയുള്ളോർക്കിഞ്ഞാഹാരം ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. കർത്താവല്ലോ വാഴുന്നു എന്നാളും ഭരണാധിപനായി സഹിയോനെ നിൻ ദൈവത്തിൻ ഭരണം നിതരാം നിലനിൽക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകലസൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ ഏറ്റവും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. പരിശുദ്ധനും സത്യനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനോടെ ഞങ്ങളെ കടാക്ഷിക്കാൻ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്നെ ഭരണത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകലന്മാരുടെ സ്വഭാവങ്ങളുടേതുമായ ദൈവമേ, അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനോടെ ഞങ്ങളെ കടാക്ഷിക്കാൻ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. വിശ്വാസവരെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കലുമല്ല. എങ്കിലും ദൈവമില്ലായിരുന്നെങ്കിൽ ഞാൻ
നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21:5 വചനങ്ങളെ. അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വേ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വേ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇരിക്കെ 2 മിനിറ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനമെല്ലാം ഇവിടെ വെച്ച് എൻ്റെ സമാപ്തിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ ധ്യാനം തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നത് ഇത് കഴിയുമ്പോഴാണ്. വചനങ്ങളെല്ലാം കേട്ടു, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി അഭിഷേകാനുഭവങ്ങളിലേക്കെല്ലാം നമ്മൾ കടന്നുപോയി. ഇനിയും ഈ അഭിഷേകാനുഭവത്തിലൂടെ വളർച്ച പ്രാപിക്കാനായിട്ടുള്ള അവസരമാണ്. അതുവഴിയായിട്ടാണ് ധ്യാനത്തിൻ്റെ ചൈതന്യം നമുക്ക് വളർച്ച പ്രാപിക്കും. അപ്പോൾ ധ്യാനം തുടങ്ങുന്നതേ ഉള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ഉൾക്കാഴ്ചകളൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ട തോമസ് പോൾ സാർ നമുക്ക് തരികയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ തോമസ് പോൾ സാറിൻ്റെ ആ ചൈതന്യം നമ്മളെല്ലാവരും ഏറ്റെടുത്ത് കേരളത്തിൻ്റെയും മറ്റ് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടേക്കെല്ലാം ഇതേ ചൈതന്യവും ഇരട്ടി തീക്ഷ്ണതയോടും കൂടി നമുക്ക് പങ്കുവയ്ക്കാനുള്ള കർത്താവ് പരിശുദ്ധാത്മാവോട് നമ്മട്ടെ. നമ്മുടെ കർത്താവ് വിശുദ്ധ പത്രോസിനോട് അവസാനമായി ചോദിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവ് രാജ്യപാലന ദൗത്യം പത്രോസിനെ ഏൽപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഒത്തിരി ഉപദേശങ്ങളോ ശാസനകളോ ഒന്നും അവിടെ
ഭർത്താവ് പത്രോസിന് നൽകുന്നില്ല. ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. നമുക്കറിയാം, അത് മറ്റൊന്നുമല്ല, സ്നേഹിക്കുന്നു എന്ന്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ കർത്താവിനെ പിന്നാലെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ചൈതന്യത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക മാത്രമാണ്. ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും ജീവിക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഉപദേശിക്കും. സ്നേഹമായ ദൈവത്തെ പ്രാപിക്കാനും കണ്ടുമുട്ടുവാനും കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാനും ഉള്ള ഏക മാർഗം പക്ഷേ സ്നേഹം മാത്രം, വേറെ ഒരു പരിപാടിയുമില്ല. അങ്ങനെ സ്നേഹത്തിലൂടെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് നമ്മൾ ഏതെല്ലാം ഏടാകൂടങ്ങളിൽ ചെന്ന് വീണാലും അതിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാനുള്ള ഏക മാർഗം, പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ പാദാന്തികത്തിലെ അവളെ സ്നേഹപൂർവ്വം അടുത്തു ചെല്ലുകയും സുഗന്ധദ്രവ്യം പൂശി കർത്താവിൻ്റെ പാദങ്ങളെയൊക്കെ ചുംബിക്കുകയൊക്കെ ചെയ്തപ്പോൾ മറ്റുള്ളവരെല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച്, ഇവനെ ഒരു പ്രവാചകനാണെങ്കിൽ ഇവൻ ഇവിടെ ഇരിക്കുന്ന ഈ പെണ്ണ ഏത് തരക്കാരിയാകുന്നത് അറിയുമായിരുന്നല്ലോ. അതിൻ്റെ അവസാനത്തിൽ കർത്താവ് പറയാം, ഇവൾ അധികമായി സ്നേഹിച്ചതിനാൽ ഇവളുടെ നിരവധിയായ പാപങ്ങളെല്ലാം അവളോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും പരിഹരിക്കാനുള്ള ഒറ്റമൂലി എന്നാ വെച്ചാൽ സ്നേഹിക്കുക മാത്രം. ഒറ്റമൂലി ഇതേ ഉള്ളൂ. ഈ ഒറ്റമൂലിയാണ് എളുപ്പമുണ്ട് കേട്ടോ. തോമസ് സാറ്, സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ, കർത്താവിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളൂ, പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സ്നേഹിക്കാം. സ്നേഹത്തിന് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് സ്നേഹമായ ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയുകയും ആ സ്നേഹത്തിന് 100% സമർപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം എന്നും ധന്യമായി തീരും. വിശുദ്ധിയുടെ മേഖലകളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. ഇന്നത്തെ വായിക്കേണ്ടിയിരുന്നത്, കർത്താവ് ദേവാലയത്തിലെ നേർച്ചയിടുന്നവരെയൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് ഒരുപാട് പേർ ഒത്തിരി കണ്ടുപോയി. ഭണ്ഡാരത്തിൽ അവരുടെ ധനാറുകളും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ട്, പക്ഷേ കർത്താവ് എല്ലാം നോക്കിയതിന് ശേഷം പറഞ്ഞു, ഈ വിധവയാണ് ഏറ്റവും അധികമായി ഇവിടെ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത്. കാരണം അവളുടെ സർവസ്വവും അവളവിടെ സമർപ്പിച്ചു. അടുത്ത ദിവസത്തേക്ക് ഒരു കട്ടൻ കാപ്പി കുടിക്കാനുള്ള ഇതുപോലും മാറ്റി വെച്ചില്ല. നോക്കുക, അവളുടെ സമർപ്പണം. ഒരു കട്ടൻ കാപ്പിക്ക് പോലുള്ള സാധനം മാറ്റി വയ്ക്കാതെ മുഴുവൻ കൊണ്ടുപോയി അവൾ വെച്ചു. അവളൊരു വിധത്തിൽ നമ്മുടെയൊക്കെ കണക്കൂട്ടലിലാണെങ്കിൽ ഒരു വിഡ്ഢിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ അവളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും അധികം കാഴ്ച സമർപ്പിച്ചു. അവളുടെ സകലതും നമ്മളോട് കർത്താവ് ചോദിക്കുന്നത്, നിനക്കെല്ലാം കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ ഭാവിയുടെ ആശങ്കകൾ, അതുപോലെ തന്നെ നിന്റെ ബലഹീനതകൾ, നിന്റെ കുറവുകൾ, നിന്റെ ജീവിതത്തിലുള്ള നേട്ടങ്ങൾ, ഇനിയും കോട്ടങ്ങൾ. കർത്താവ് നമ്മുടെ കോട്ടങ്ങളും കുറവുകളുമാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. നമ്മൾ വിചാരിക്കും, കർത്താവിന് ഞാൻ എന്നാ കൊടുക്കും? ഞാൻ ഒരിക്കലും ഇരുന്ന് ദൈവമേ എന്നാ ചെയ്യാനാണ്, ഈ കാലം ഇത്രയും ജീവിച്ചിട്ട് കാര്യമായി ഒന്നും ചെയ്യാനായിരുന്നില്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇടാ, നിനക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതല്ല എന്നെ ഏൽപ്പി, അതിപ്പോൾ എന്നോടുകൂടി എനിക്ക് സമാധാനമാണ്. കുറവുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതൻ കർത്താവ് ഏറ്റെടുത്തു. എൻ്റെ ഏടാകുടങ്ങളും എൻ്റെ ഡാഷ് പരിപാടികളും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ കർത്താവ് അതെല്ലാം ഏറ്റെടുക്കും. പിന്നെ ഞാൻ ഫ്രീയാണ്. അങ്ങനെ കർത്താവ് എല്ലാം ഏറ്റെടുത്ത് നമ്മളെ പൂർണ്ണമായി നമുക്ക് വിടുതൽ തന്ന് ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കാനായിട്ട് തയ്യാറായി. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ നിറയ്ക്കണമെങ്കിൽ എല്ലാം യേശു സന്നിധിയിൽ സമർപ്പിക്കണം. ആ വലിയ സ്നേഹത്തോടുകൂടിയുള്ള സമർപ്പണം. നമുക്ക് ഈ കുർബാനയുടെ അവസാനത്തിൽ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തുന്നു. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം നമുക്ക് നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ അവസരത്തിൽ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേരും കൂടെയാണ് നമ്മുടെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കി വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ജ്ഞാനസ്നാനത്തിൻ്റെ അവസരത്തിൽ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ ഓരോ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ചെയ്യുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. ഓരോ ഉദാശകൾ സ്വീകരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും
നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വളർച്ച പ്രാപിക്കുകയാണ്. ദൈവം നമ്മെ എത്രയധികം അനുഗ്രഹിക്കുന്ന അഭിഷേകം തന്നുകൊണ്ട് നമ്മൾ കോൺസെൻട്രേറ്റഡാണ്, നമ്മൾ അഭിഷേകരാണ്. കർത്താവിനായിട്ട് പൂർണ്ണമായി നമ്മുടെ കോൺസെൻട്രേഷൻ പൂർണ്ണമായി കൊടുക്കുക, ദൈവത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുക. ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടവരാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ ഇനിയും പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും ആസക്തികൾക്ക് അടിമപ്പെട്ടവരല്ല. ലോകം, ശരീരം, പിശാച് എന്ന് പറയുന്ന ത്രിവിധ ശക്തികൾ എന്നേക്കുമായി നമ്മൾ ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മളുടെ ഈ കോൺസെൻട്രേഷനെ ഒന്നുകൂടെ ജ്വലിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ ജ്വലിപ്പിക്കുകയാണ് അഭിഷേക പ്രാർത്ഥനയുടെ നടക്കുന്നത്. ഓരോ കുർബാനയിലും പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ബലിവസ്തുക്കളെ വീണ്ടും വിശുദ്ധീകരിക്കുന്നു. നമ്മൾ ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ വിശുദ്ധീകരണം നടക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഈ വിശുദ്ധീകരണം നടക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം. മറ്റുള്ളവർക്ക് അള്ളു വയ്ക്കുമ്പോൾ മാത്രമേ വിശുദ്ധീകരണം നടക്കാതിരിക്കുകയുള്ളൂ. അള്ളു മാത്രം വെക്കാതിരുന്നാൽ മതി. എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ ഈ വലിയ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അളവ് കൂടാതെയാണ് തന്നിരിക്കുന്നത്. ഒരു വ്യവസ്ഥയില്ല, അളവ് കൂടാതെയാണ് അവിടുത്തെ ആത്മാവിനെ നൽകിയിരിക്കുന്നത്. കർത്താവ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ചോദിക്കുക. ഇതുവരെയായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. മക്കളെ വല്ലതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ വല്ലതൊക്കെ തരാമല്ലോ. അതിനുശേഷം പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകാം. നമ്മൾ ചോദിക്കേണ്ടത് വേറെ ഒന്നുമല്ല. കർത്താവേ, അങ്ങ് ഞങ്ങൾക്കായി സഭയ്ക്കായി നൽകിയിരിക്കുന്ന ഞങ്ങളെ അരൂപിയിൽ അഭിഷേകം ചെയ്തിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നുള്ള ഏക പ്രാർത്ഥനയാകട്ടെ നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം നിറയ്ക്കും. എല്ലാ വരദാനങ്ങളും കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് തന്നെ നമ്മെ പുതിയ വ്യക്തികളാക്കി തീർക്കും. കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Yeah.
പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും ഭക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിൽ ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വത്രിയും സ്വൈകമായ സഭയിടമേ, ഞങ്ങളുടെ കരുണ നിറഞ്ഞ പോലും കരുന്നിട്ടണമേ. ദൃശ്യോദൃശ്യമായ സ്ഥലവുത്തങ്ങനെ സംരക്ഷിക്കാനും ഭക്തിയോടും ശ്രദ്ധയോടും വിസ്തയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെല്ലാവരും യാവറും യോഗ്യരാക്കണം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും നേർന്നങ്ങേ ഞങ്ങളുമായി രമ്യപ്പെടുത്തുന്ന നീതിര പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധ്വജിതം പ്രിയപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. എന്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തുന്നു.
ഈ കുർബാനയുടെ കടമ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങളെ നീക്കുന്ന നന്ദി പറയുന്നു. നിങ്ങളുടെ വിഷയത്തിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ശുശ്രൂഷരാകുവാൻ ഇടയൊരു ഭാഗമായി നിങ്ങൾ അംഗീകാരയോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോട് കുറച്ച് വിശ്വാസത്തോടെ പരികരണം ചെയ്യുക നിങ്ങളെ ശക്തരാക്കണമെന്നേ ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിഗീതങ്ങൾ
സമാനതകൾ തന്നെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാശനിലും സ്വീകരിച്ച് വിവേകത്തിനുള്ള മൃത്തമായ ആത്മാവൃത്തമായ ശരീരത്തോടുകൂടെ പരിപൂർണമായ നിമിത്തിനും ക്ഷണിക്കുവാൻ നിമിത്തനാവുകയും നമ്മുടെ രക്ഷയുടെ സ്മാരകമേർപ്പെടുകയും ചെയ്ത് രക്ഷാകരമായ രഹസ്യം തിരുസന്നതിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട നിങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ അനുഭവത്തിന്റെ സ്മരണകളായിരിക്കും താൻ ഏൽപ്പിച്ചുള്ള രാത്രി ഈശോ നിർമ്മലമായ ശബ്ദത്തിലേക്ക് ആരാധനായ ഞങ്ങൾക്കിലേക്ക് കടകളുയർത്തി വാട്ടി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ആരോപണം ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ഈ കുർബാനയെ സ്വീകരിക്കണമേ. സമർപ്പിച്ച നീതിമാന്മാരും എല്ലാവർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടിയും ഞങ്ങളുടെ കാരണത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായതിനു വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. നമ്മുടെ വിശുദ്ധന്റെ ശരീരത്തെ നമ്മളെ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാക്കുന്നതിന്റെ മാതാവായ കന്യാമറിയെ നീതിമാന്മാരും വിശ്രാമക്കാരുടെ പാവനസ്മരണ മാതാവിനെ സമർത്ഥനായിട്ടുള്ള ആവശ്യമില്ലാതമാക്കണം. ജീവിതകാലം കൊണ്ട് നിങ്ങളുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രമേ യഥാർത്ഥമുണ്ടാവായ ദൈവം നിങ്ങളുടെ പ്രിയത്തിനായി ശംശയമായിട്ടുള്ള ഉപവാസങ്ങൾ എല്ലാവരും അറിയണം. നിങ്ങളുടെ അർത്താവ് ദൈവമായും ശാവത ജീവിതമായ സുവിശേഷമായി പ്രവാചകന്മാർക്ക് സാക്ഷികളുണ്ടായിരുന്നു. വേദപാലകന്മാർ പ്രകടമായ ശുശ്രൂഷകളെന്നവർ ഈ സമാവസ്ഥയുടെ സജീവമായി പരിശുദ്ധരിക്കാൻ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും ഈശ്വരമാർക്ക് പഠിപ്പിച്ചുള്ള എല്ലാ മനുഷ്യരും അറിയിക്കും. കർത്താവേറിയൊരു ബലഹീനമായ ദാസൻ അങ്ങനെ അംഗീയമായ പരമ്പരാഗതമായി സ്വീകരിച്ച് നമ്മുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസരത്തേക്ക് നൽകും. ഞങ്ങളുടെ നാഥൻ രക്ഷണായ പെരാനുഭവത്തിൻ്റെ ഗുണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ധാനത്തിൻ്റെയും മഹനീയവും ഭക്തിനവും പരിശുദ്ധവും ഇതാന്യമികമായ ദേശത്തെ സന്തോഷത്തെയും സ്മരിക്കുകയും പ്രതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ.
ദാസരുടെ കുമാരികളോട് ആവശ്യം എന്നെ ആശ്രയിക്കുകയും പാത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾ കടന്നു പ്രവർത്തിക്കുമ്പോൾ അവിടെ മണ്ഡലത്തിൽ മരിച്ചടവയത്തുള്ളവരും ത്യാഗിക്കും. ഇനി പ്രതിപ്രതരാവരണം ഒന്നിച്ച് ശരീരാക്കുന്ന മാറ്റി വെക്കണം കാരണമാകട്ടെ. ഞങ്ങൾക്കുള്ള അങ്ങനെ നിരന്തരം പ്രവർത്തിക്കും. സന്തോഷം സജീവവും പരിശുദ്ധവും ജീവദായകമായ നടനാമത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കാര്യത്തിനോട് തോന്നണമേ. ഗ്രഹിക്കണമേ ഉടക്കാവാരിയമേ ഞങ്ങളെ ഞങ്ങൾ തീർത്തുമയോ ഗ്രാഹം എങ്കിലും സുചിർവവും പരിശുദ്ധവും ജീവദായകമായ യേശുവിലേക്ക് ഞങ്ങളുടെ കാരണം ഞങ്ങളെ സജീവവും ജീവദായകമായ പുരുഷത്തിൽ നിറഞ്ഞതും ലോകത്തോടെ ജീവൻ നടത്തുന്നതുമാകുന്നു. രക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നത് ജീവനുള്ള അപ്പമാകുന്നു. നിന്റെ തിരുവഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ ഞങ്ങൾക്കായി തുറക്കണമേ. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാഗ്രഹങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ അവരാധനകൊണ്ട് പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലത്തിച്ചുകൊണ്ട് സഹോദരത്തിന്റെ ആശംസകൊണ്ട് നമുക്കായി സർവ്വത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിന്
നിരന്തരമായി വ്യാപരിക്കുവാൻ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നിങ്ങൾ വിളിച്ച് പ്രാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ വിധാനങ്ങൾ നൽകിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയും. ഈശോയെ ക്രിസ്തുവിനെ വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. ഞങ്ങളുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം ഏർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവിനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് ഞങ്ങളെ അർഹരാക്കി. ജാഗ്രതത്തിലും പ്രവർത്തകരും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെ നാഥായ എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, മനുഷ്യരും ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലിവഴിയായി നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ